ഒക്കെ എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യണം? ഞാനും ദുബായ് പോവാ, മന്ത്ലി വിസിറ്റ്. ഓക്കെ. അല്ല, ഇപ്പൊ കയ്യിലൊരു കിറ്റ് കണ്ടു റോസ് ബ്രാൻഡിന്റെ, അതാണ് ചോദിക്കാൻ കാരണം. ഇതായിരിക്കും. അതെ 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 അതെ. ഇവിടെ ഫുഡ് കോർട്ടിൽ ഒരുപാട് കടകളുണ്ട്, ഒരുപാട് ബിരിയാണി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഈ റോസ് ബ്രാൻഡിന്റെ പർട്ടിക്കുലർ ബിരിയാണി ആയിട്ട് വരുന്നതിന്റെ കാര്യം എന്താണ്? അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഒരുപാട് ഫുഡുകളും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ റോസ് ബ്രാൻഡ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും ബിരിയാണി എന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ റോസ് ബ്രാൻഡ് തന്നെയാണ്. അല്ല, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചൈനയിലൊക്കെ പോയ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ ബിരിയാണി അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് റോസ് ബ്രാൻഡിൻ്റെ ബിരിയാണി ആയിരുന്നു. ഇതിൻ്റെ ഞാൻ പറഞ്ഞത് ഒരാളിത് എപ്പോഴെങ്കിലും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ തോന്നില്ല. അതാണ് റോസ് ബ്രാൻഡിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ടേസ്റ്റ് കൊണ്ടും മണം കൊണ്ടും. അല്ല, അപ്പോൾ എത്ര അറിയില്ലാത്ത ആൾ കുക്ക് ചെയ്താലും നന്നാവുന്നതാണോ? ഉറപ്പായിട്ടും അങ്ങനെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഫാക്ടറി റോസ് ബ്രാൻഡിലുണ്ട്. കാരണം അരിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണല്ലോ ഷെഫുമാരും ബാക്കിയുള്ളവർ ഇത് ചൂസ് ചെയ്യുന്നത്. ഇതൊരിക്കൽ കഴിച്ചാൽ പിന്നെ ആരും ഇത് മിസ് ചെയ്യില്ല, അത് ഏത് എയർപോർട്ടിൽ പോയാലും. റോസ് ബ്രാൻഡ് കൈമ റൈസ്, മനസ്സ് നിറയും രുചി.